എടോ, വന്ദനയെ ഹരിതയൊക്കെ ആശ്വസിപ്പിക്കേണ്ട ആളല്ലേ താൻ? എന്നിട്ട് താനിങ്ങനെ മാറി നിന്ന് കരഞ്ഞാലോ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? സത്യം പറഞ്ഞ ഏട്ടന്റെ വരവ് ജീവിതത്തിലെ മരവിപ്പുകളിൽ നിന്നൊരു മോചനായിരുന്നു എനിക്ക്. നിങ്ങൾ പറ, അല്ലെങ്കിൽ എന്തായിരുന്നു എൻ്റെ ലൈഫ്? ഏതു നേരവും പകരം വീട്ടിൽ ശത്രുത. അതിനിടയിൽ ഏട്ടൻ വന്ന് കയറിയപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചു. മനസ്സിന്റെ ഭാരം കുറെ കുറഞ്ഞു. ഞാൻ കുറെ ചിരിച്ചു. എന്നിട്ട് പെട്ടെന്ന് ഇതൊക്കെ ഇല്ലാതാവുക എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞതിന് അത്ര തന്നെ ഗൗരവമൊന്നും കൊടുക്കണ്ട നമ്മള്. അവരെപ്പോഴും അങ്ങനെയാണല്ലോ. എനിക്ക് മനസ്സിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. എത്ര പെട്ടെന്ന് ഏട്ടന്റെ കണ്ടീഷനൊക്കെ അങ്ങ് മാറിയത്. BP കുറഞ്ഞു, പൾസ് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോ അയ്യോ, എന്തോ അപകടം വരുന്ന സൂചന പോലെ. പത്മ, ഏട്ടനോടുള്ള അമിതമായ ഇഷ്ടമാണ് തന്റെ ഇപ്പോഴത്തെ അമിതമായ പേടിക്ക് കാരണം. ട്രീറ്റ്മെന്റ് ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അവര് നോക്കട്ടെ. ഇതല്ല, ഇതിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം. ഏട്ടനും കുടുംബവും സന്തോഷത്തോടെ നമ്മളെ കാണാൻ വന്ന്, അത് സത്യ. പക്ഷെ നമ്മളെല്ലാരും സന്തോഷത്തോടെ ഏട്ടനോടും കുടുംബത്തിനോടും പെരുമാറിയോ? വന്ന നിമിഷങ്ങൾ മുതൽ പ്രശ്നങ്ങളായിരുന്നില്ലേ? രഞ്ജിത്തിനെ ഇഷ്ടപ്പെട്ടില്ല, ഹരിതയെ ഇഷ്ടപ്പെട്ടില്ല, വിവാഹാലോചന നടത്തിയത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഏട്ടനും കുടുംബം അതെല്ലാം ക്ഷമിച്ചു. എന്തുകൊണ്ട്? അവരുടെ മനസ്സിൽ എനിക്ക് അത്രയും വലിയൊരു സ്ഥാനം ഉള്ളതുകൊണ്ട്. ഒരു കണക്കിന് നോക്കിയ ഈ വരവ് കൊണ്ട് ഏട്ടന് വേദന അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. പത്മ, ഉദയശങ്കർ അങ്ങനെ ഒരു മാനസിക പ്രശ്നത്തിന്റെ പേരിലൊന്നും വീണു പോയതല്ലല്ലോ. ആ കഴിച്ച ആപ്പിളിൽ എന്തോ. ആപ്പിൾ ഏട്ടൻ കഴിച്ചത് സത്യം. പക്ഷെ അതിനു മുമ്പ് മറ്റാരും ആപ്പിൾ കഴിച്ചില്ല. എന്നിട്ടെന്താ അവർക്കൊന്നും ഇല്ലാത്തൊരു കാര്യം ഏട്ടന് മാത്രം? എടോ, ഈ ഫുഡ് അലർജി എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കണമെന്നുണ്ടോ? നമ്മൾ ഒന്നിച്ചു പോയി കഴിച്ച ഫുഡ് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് തനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അത് ഓരോരുത്തരുടെ ശാരീരികാവസ്ഥ അനുസരിച്ചല്ലേ. താനൊരു കാര്യം ചെയ്യും, ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത് അവസാനിപ്പിക്കുക. അവിടെ വന്ന് ആ വന്ദനയും മക്കളെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കും. വാ, അതല്ലേ അതിൻ്റെ ഒരു ശരി. വാന്നേ. എനിക്കെന്റെ മനസ്സ് നേരെ നിൽക്കുന്നില്ല. അത് ഏട്ടനോടുള്ള അമിത സ്നേഹം കൊണ്ടാണ്. മാത്രമല്ല, കാലങ്ങൾക്ക് ശേഷമുള്ളൊരു കണ്ടുമുട്ടലും അല്ലേ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. താൻ വാടോ. വരൂ. അവരെയൊക്കെ താനല്ലേ ഇപ്പൊ സമാധാനിപ്പിക്കേണ്ടത്. ഇവക്ക് എന്ത് പറ്റി? ഏതേ, നീ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് വന്നിരിക്കേ. രഞ്ജിത്തുമായിട്ടുള്ള നിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനു മുമ്പ് ഈ ശൈലിയിൽ സംസാരിക്കുന്ന നിന്റെ അമ്മയച്ഛനെ കുറിച്ച് ഇത്രയ്ക്ക് ടെൻഷൻ വേണോ? വിജയേട്ടനൊന്നും മിണ്ടാതിരുന്നേ. അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടാണോ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്? നമ്മുടെ വീട്ടിനകത്ത് വെച്ചാ അങ്കിളിന് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതും ഭക്ഷണം കഴിച്ചതിന് ശേഷം.
വേദേ, നിനക്കിതിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? കൊള്ളാം. എന്റെ ദൈവമേ, സാധാരണ ഈ വീട്ടിൽ ഒരു സംഭവം നടന്ന അതിന്റെ പിന്നിൽ നന്ദിനിയായിരിക്കുമെന്ന് ഇന്ദ്രജ ഒരൊറ്റ അടിക്ക് പറയുന്നതാ. ഇപ്പൊ കണ്ടോ, നേരിട്ട് സംശയിക്കാൻ ഒരു കാരണവും ഇല്ലാത്തത് കൊണ്ട്